വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു കട്ടിൽ ഒരു മുറി സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഡയറക്ടർ ഷാനവാസ്, സിനിമാറ്റോഗ്രാഫി എൽദോസ് ജോർജ്, മ്യൂസിക് അങ്കിത് മേനോൻ, സ്റ്റോറി രഘുനാഥ് പാലേരി. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ ഹക്കീം ഷാ, പൂർണിമ ഇന്ദ്രജിത്ത്, പ്രിയംവദ കൃഷ്ണൻ, ഷമ്മി തിലകൻ, വിജയരാഘവൻ, ജാഫർ ഇടുക്കി, തുഷാർ പിള്ളൈ, പ്രശാന്ത് മുരളി, പിന്നെ മറ്റു താരങ്ങളും. ഒരു കട്ടിൽ ഒരു മുറി എന്ന് പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ചിലപ്പോൾ വേറെ രീതിയിലുള്ള സിനിമയായിരിക്കുമോ എന്നാണ്. കാരണം ആ പേരങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും ഈ പേരിനും ഈ സിനിമയ്ക്കും വളരെ വലിയ ബന്ധമുണ്ട്. ഈ സിനിമയിൽ ജീവനില്ലാത്ത രണ്ട് ക്യാരക്ടറുകൾ, അതായത് ഒരു കട്ടിലും ഒരു മുറിയും ഈ സിനിമയിൽ താരങ്ങളാണ്. അപ്പോൾ അവയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവയ്ക്ക് ഈ സിനിമയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കട്ടിൽ ഒരു മുറി എന്ന പേര് ഈ സിനിമയ്ക്ക് വളരെ അനുയോജ്യമാണ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. ഇതിൽ ഹക്കീം ഷാ, പ്രിയംവദ കൃഷ്ണൻ, പിന്നെ പൂർണിമ ഇന്ദ്രജിത്ത്, ഇവർ 3 പേർക്കും തന്നെ 3 വിധത്തിലുള്ള സസ്പെൻസുകൾ ഉണ്ട്. അത് ത്രില്ലിങ്ങിലൂടെ ഈ സിനിമയിൽ ആദ്യം മുതൽ അങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കട്ടിൽ ഒരു മുറിയിൽ തുടങ്ങിയിട്ട് വളരെ സസ്പെൻസ് ത്രില്ലറിൽ ഈ സിനിമ അങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം ക്ലൈമാക്സ് അത്യുഗ്രനാക്കിക്കൊണ്ട് നല്ലൊരു മെസ്സേജ് നമുക്ക് ഈ സിനിമ നൽകുന്നുണ്ട്. ഇതിൽ ഹക്കീം ഷായുടെ ക്യാരക്ടറിന് ആക്ഷൻ, നിസ്സഹായത, തോൽവി, കോമഡി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അത് ഹക്കീം ഷാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്ക് ഹക്കീം ഷായുടെ ഞാൻ ഒരു 2 സിനിമകളാണ് ഈ അടുത്ത് കണ്ടത്. ഒന്ന് കഥ ഇന്ന് വരെ, മറ്റൊന്ന് ഇതാണ്. രണ്ടിലും തന്നെ അങ്ങേര് വളരെ ശാന്തമായ രീതിയിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു നടനാണ്. അതേപോലെ പ്രിയംവദ കൃഷ്ണൻ, അവരാണ് ഇതിലെ ഹീറോയിൻ. അവർക്ക് കൊടുത്തിരിക്കുന്ന റോള് ഒരു തൻ്റെടമുള്ള സീരിയസ് ആയ ക്യാരക്ടർ. അത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പൂർണിമ ഇന്ദ്രജിത്ത്, അവർ എപ്പോഴേയും പോലെ തന്നെ നിറപുഞ്ചിരിയോടെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അവർ സാധാരണയായിട്ട് പുഞ്ചിരിയോടെയാണല്ലോ കാര്യങ്ങൾ എപ്പോഴും ആക്ടിങ് ആയാലും എന്തു തന്നെയും ഈ യൂട്യൂബിലുള്ള അവരുടെ ഓരോ പരിപാടികളിലൊക്കെ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് അത് അവർ അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സിനിമയിൽ അവരെ വിളിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ നിറപുഞ്ചിരിയോടെ വേണം ചെയ്യാൻ. അത് അവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ക്യാരക്ടറുകളും തന്നെ ഈ സിനിമയുടെ രഘുനാഥ് പാലേരി എഴുതിയിരിക്കുന്ന ഈ കഥയെ ശരിക്കും അങ്ങനെ അങ്ങോട്ട് യാഥാർത്ഥ്യമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വിജയരാഘവൻ, ഷമ്മി തിലകൻ, തുഷാര പിള്ളൈ, അങ്ങനെയുള്ള ക്യാരക്ടറുകൾക്കൊക്കെ, ജാഫർ ഇടുക്കി, അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു റോള് മാത്രമാണ്. അതവർ അവരുടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. വലിയ റോളൊന്നുമല്ല, എന്നാലും ഷമ്മി തിലകന് കുറച്ചുകൂടി റോളുണ്ട്, കുഴപ്പമില്ല, ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രശാന്ത് മുരളി, അങ്ങേര് ഇതിലെ മെയിൻ വില്ലനാണെന്ന് പറയാം. വില്ലന്മാർ അങ്ങേരും കൂട്ടരും, അവരുടെ വില്ലത്തരം കോമഡി നിറഞ്ഞ ഒരു വില്ലത്തരമാണ്. അത് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ അത്യാവശ്യം ആക്ഷൻ ഉണ്ട്. അതേപോലെ പാട്ടുകൾ ഇതിലുണ്ട്. പാട്ടുകൾ കുഴപ്പമില്ലാത്ത പാട്ടുകളാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ത്രില്ലിങ്ങിലൂടെ പോകുന്ന ഈ സിനിമ അവസാനം എത്തിയപ്പോൾ ശരിക്കും തന്നെ ആ സസ്പെൻസിനെ രഘുനാഥ് പാലേരി തൻ്റെ സ്റ്റോറിയിൽ അവസാനം പൊട്ടിക്കുന്ന സമയത്ത് നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ തരുന്നത്. ഒരു പ്രത്യേക ഫീലിംഗ് ഉള്ള ഒരു വേറിട്ട ശൈലിയിൽ എടുത്തൊരു സിനിമയാണിത്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. ഈ സിനിമ കാണുന്ന പ്രേക്ഷകരിൽ കുറേ പേർക്ക് ഈ പ്രശ്നം ഉണ്ടായിരിക്കാം. അവർ ഈ സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും ചിലവർ കരഞ്ഞു പോകും, ചിലവർ അവരുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വന്നു പോകും. നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന 2 വ്യക്തികൾക്കിടയിൽ ഒരു വ്യക്തി മറ്റേയാളെ ആവശ്യമില്ലാതെ സംശയിക്കുകയാണെന്നിരിക്കട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ മറ്റേ വ്യക്തി തെറ്റൊന്നും ചെയ്തിട്ടില്ല താനും. അങ്ങനെ ഇരിക്കെ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പലതവണ സംശയിക്കുന്ന വ്യക്തിയോട് മറ്റേ വ്യക്തി പറയുകയും അത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും മറ്റേ വ്യക്തി ആ സംശയത്തിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായി താൻ സ്നേഹിക്കുന്ന വ്യക്തി തന്നെ ഇങ്ങനെ സംശയിക്കുന്നല്ലോ എന്നുള്ള അവരുടെ മനോവിഷമം എത്രത്തോളം ആണ് എന്നൊരു മെസ്സേജ് ഈ സിനിമയിലുണ്ട്. അതേസമയം താൻ സംശയിച്ച ആൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയുമ്പോഴേക്കും അയാളോട് ഒരു മാപ്പ് പറയാൻ പോലും പറ്റാത്ത വിധം ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കും എന്നൊരു മഹത്തായ
മെസ്സേജ് ഈ സിനിമ നമ്മളെ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ നമ്മൾ ആവശ്യമില്ലാതെ സംശയിച്ചു കഴിഞ്ഞാൽ നാളെ അത് നമുക്ക് തന്നെ കെണിയായി തീരും എന്നതാണ് അതിൻ്റെ സാരം. അപ്പോൾ അതുകൊണ്ട് സ്നേഹിക്കുന്നവരെല്ലാം തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവരുടെ അഭിനയം കൊണ്ടും വേറിട്ട ശൈലിയിലുള്ള ഈ ഒരു കഥ കൊണ്ടും ഈ സസ്പെൻസ് കൊണ്ടും അവസാനം എത്തുന്ന ആ നല്ല ക്ലൈമാക്സ് കൊണ്ടും നമുക്ക് നൽകുന്ന ആ ഗുഡ് മെസ്സേജ് കൊണ്ടും എനിക്ക് ഈ സിനിമ ഇഷ്ടമായി. കണ്ടിരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഒരു കട്ടിൽ ഒരു മുറി സസ്പെൻസുകളിലൂടെ പ്രയാണം ചെയ്തെത്തുന്ന ഒരു ഗുഡ് മെസ്സേജ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.